ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ സന്ധ്യസമയമാകുമ്പോൾ വല്ലാത്ത കൊതുകിൻ്റെ ശല്യമൊക്കെ അല്ലേ. കൊതുക് മാത്രമല്ല, അതുപോലുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ വീടിനകത്തേക്കൊക്കെ വന്ന് കുട്ടികളെയൊക്കെ കടിക്കാനുള്ള ഒരുപാട് സാധ്യതകളുള്ളൊരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു മഴക്കാലം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ചെറുനാരങ്ങയിൽ ഇതുപോലെ തിരിയൊന്ന് കത്തിച്ച് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രാണികളെയും കൊതുകിനെയൊക്കെ അകറ്റി നിർത്തി അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് നല്ലൊരു ഫ്രഷ് എയർ, നല്ലൊരു സുഗന്ധവും നിറയ്ക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ മാത്രമല്ല, അതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ ദേ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നെടുകെ മുറിക്കേണ്ട, മുകൾ ഭാഗം മാത്രമായിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനകത്തിലെ ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ജ്യൂസ് മാത്രമല്ല, അതിനകത്തിലെ ആ ഒരു ഫ്ലഷ് എല്ലാം നമുക്ക് ഇതിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഞാനതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ആ ഒരു തോട് മാത്രം മതി ഈ ഒരു ദീപം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അകത്തിരിക്കുന്ന എല്ലാം നമുക്കിതുപോലൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതുപോലൊരു സ്പൂൺ വെച്ച് പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും കത്രികയോ മറ്റോ വെച്ച് അകത്തിരിക്കുന്ന എല്ലാം നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ അകമെല്ലാം ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി വീട്ടിൽ ഉണക്കി പൊടിച്ചതല്ലേ, നാടൻ മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലത്. ഇനി മഞ്ഞൾപ്പൊടിക്ക് ശേഷം ഇതിലേക്ക് ഇടുന്നത് 3-4 കഷ്ണം ഗ്രാമ്പുവാണ്. ഗ്രാമ്പുവൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ, ഈ കീടകളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കർപ്പൂരമാണ്. കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കർപ്പൂരപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ. ഏതെണ്ണയാണോ, നല്ലെണ്ണയാണോ, ഏതാ നിങ്ങൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്, ആ എണ്ണ കുറച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വിളക്കൊക്കെ കത്തിക്കുമ്പോഴെടുക്കുന്ന വിളക്കത്തിരി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ അതിനകത്ത് കൊള്ളുന്ന ഒരു പരുവത്തിലാക്കിയിട്ട് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നാരങ്ങ ഒന്ന് സ്റ്റാൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, ഈ ഒരു ഞാൻ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച ആ ഒരു സ്റ്റാൻഡാണ്. അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ വല്ല മൺചിരാതോ വല്ലതും ഉണ്ടെങ്കിൽ അതിലിങ്ങനെ അങ്ങ് ഇരുന്നോളൂ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതിലേക്ക് എന്തൊക്കെ എടുത്തതെന്ന് അറിയാമല്ലോ. മഞ്ഞൾപ്പൊടി, കർപ്പൂരം, ഗ്രാമ്പു, വിളക്ക് കത്തിക്കുന്ന എണ്ണയുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ തിരിയിലേക്ക് ഒന്ന് കത്തിച്ച് കൊടുക്കാം. കത്തിച്ചിട്ട് നമുക്കിതകത്ത് തന്നെ കുട്ടികളൊക്കെ എടുക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. വീടിനകത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷമാണ് ഇതിൽ നിന്നുള്ള ആ ഒരു മണമൊക്കെ പുറത്തേക്ക് വരത്തുള്ളൂ. നമ്മുടെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ നാരങ്ങയുടെയും ആ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ മണം നമ്മുടെ വീട് മൊത്തം നിറയും. അതുകൊണ്ട് തന്നെ കൊതുകൊക്കെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കും. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫലപ്രദമായിരുന്നു.